നമസ്കാരം. യമൻ പൗരന്റെ കൊലപാതകത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കാളിയാകുന്നു എന്ന് അവകാശപ്പെടുന്ന കെ.എ. പോളിനെതിരെ കേന്ദ്ര സർക്കാർ നടപടികളെടുത്തേക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിലെ പണപ്പിരിവിന്റെ പേരിലാണ് ഇത്. ഇയാൾ മോചനത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നതിനെതിരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ കേസ് എടുക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. നിമിഷപ്രിയ കേസിൽ ഇന്ത്യ ഗവൺമെന്റ് നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാമ്പത്തിക സംഭാവനകൾ ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതൊരു വ്യാജ അവകാശവാദമാണെന്നും ഫാക്ട് ചെക്ക് വിഭാഗത്തിന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ട് കെ.എ. പോൾ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് എക്സ് പോസ്റ്റ്. ഈ പോസ്റ്റിലാകും നിയമ നടപടികൾ എടുക്കുക. സർക്കാരിന്റെ പേരിലെ വ്യാജ പ്രചരണം ഗൗരവത്തോടെ തന്നെ എടുക്കാനാണ് സാധ്യത. എക്സിലൂടെയാണ് സുവിശേഷകനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ ഡോക്ടർ കെ.എ. പോൾ പണപ്പിരിവ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി 8.3 കോടി രൂപ ആവശ്യമുണ്ടെന്നും ഇതിനായി ഇന്ത്യൻ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കണമെന്നുമാണ് പോസ്റ്റർ സഹിതം വ്യാജമായി പ്രചരിപ്പിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് അവകാശപ്പെട്ട് മുമ്പ് കെ.എ. പോൾ വീഡിയോ പങ്കുവച്ചിരുന്നു. ഇന്നലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതോടെ ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞെന്ന് കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിരുന്നു. ഇനി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണെന്നും സർക്കാർ അത് ചെയ്യുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്നതായി അവകാശപ്പെട്ടുകൊണ്ട് സുവിശേഷകനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ ഡോക്ടർ കെ.എ. പോൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമ്പത്തിക സഹായം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നിമിഷയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് അവകാശപ്പെട്ട് കെ.എ. പോൾ അന്ന് വീഡിയോ പങ്കുവച്ചിരുന്നു. നിമിഷയെ സുരക്ഷിതയായി തിരിച്ചെത്തിക്കാൻ യമനിലേക്ക് സർക്കാരിൻ്റെ പ്രതിനിധികളെ അയക്കാൻ പ്രധാനമന്ത്രി തയ്യാറെടുക്കുകയാണെന്നും അതിന് നന്ദി പറയുന്നുവെന്നുമായിരുന്നു ഇയാളുടെ അവകാശവാദം. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ഇതിനെല്ലാം പിന്നാലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതോടെ തങ്ങളുടെ ദൗത്യം കഴിഞ്ഞെന്ന് കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചത്. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന നോട്ടമില്ലാതെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കണം എന്ന് ലോകത്തോട് പറയാനാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടത്. യമനിലുണ്ടായ ഇടപെടലിന്റെ ഓരോ പുരോഗതിയും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനെയോ മറ്റാരെയെങ്കിലുമോ മറികടക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് കാന്തപുരം വ്യക്തമാക്കിയിരുന്നു. ഇനി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണ്. സർക്കാർ അക്കാര്യം ചെയ്യുമെന്നാണ് വിശ്വാസമെന്നും കാന്തപുരം വ്യക്തമാക്കിയിരുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് സൂഫി പണ്ഡിതൻ ഉമർ ഹഫീളിന്റെ പ്രതിനിധികൾ യമനിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് ശിക്ഷ നീട്ടിവെക്കുകയായിരുന്നു. മധ്യസ്ഥ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചതായിട്ടാണ് യമനിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം. അതേസമയം വധശിക്ഷ റദ്ദായെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും യമനിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ഇതുവരെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനിടെ മധ്യസ്ഥ ചർച്ചകളോട് എതിർപ്പുള്ള കൊല്ലപ്പെട്ട യമനി യുവാവിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്ത വധശിക്ഷ നടപ്പാക്കാൻ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിലാണ് പുതിയ പണപ്പിരിവ് വിവാദവും. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ 2017 ജൂലൈയിൽ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷ നേരിടുന്നത്. തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ മോചനം സാധ്യമാകൂ. വിധി നടപ്പാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത്. ദിയാദനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ ഉറപ്പാക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം. സൂഫി പണ്ഡിതരുടെ ഇടപെടലിൽ അവർ വഴങ്ങിയായിരുന്നുവെന്നാണ് കാന്തപുരം അറിയിച്ചത്. വധശിക്ഷ നീട്ടിവെച്ച വിവരം കാന്തപുരം അറിയിക്കുകയും ഔദ്യോഗിക വിധി പകർപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു.